നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ ഏകപ്രതി കേഡൽ ജെൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 15 ലക്ഷം രൂപ പിഴയും നൽകണം. പ്രതിക്കെതിരെ കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, വീട് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. 6ാം അഡീഷണൽ കോടതിയുടേതാണ് വിധി. ജീവപര്യന്തം തടവ് കൂടാതെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി 12 വർഷം അധിക തടവും കേഡൽ അനുഭവിക്കണം. സെക്ഷൻ 302 പ്രകാരമുള്ള ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ 12 വർഷത്തെ തടവ് കേഡൽ ജെൻസൺ അനുഭവിക്കണം. പിഴത്തുക അമ്മാവൻ ജോസ് സുന്ദരത്തിനാണ് നൽകേണ്ടത്. വിചാരണ നടപടികളെ മനഃപൂർവ്വം വഴിതെറ്റിച്ചെന്നും കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നും മാനസിക വൈകല്യമുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചു. എന്നാൽ മാനസിക രോഗമുള്ള ഒരാൾ എങ്ങനെയാണ് ആസൂത്രിതമായ ഒരു കൊലപാതകം നടത്തുക എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷന്റേത്. കൂടാതെ പ്രതി പുറത്തിറങ്ങിയാൽ സമാനമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തിയാൽ അതൊരു പരാജയമായി വിലയിരുത്തപ്പെടുമെന്ന വാദവും ഉയർന്നു. പ്രതിയുടെ പ്രായവും മനോനിലയിലെ വ്യതിയാനങ്ങളും പരിഗണിച്ചായിരിക്കണം കോടതി വിധി പറഞ്ഞതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ വ്യക്തമാക്കി. പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസിക നില പ്രശ്നമുണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഡെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത്. സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു ഇതല്ല. തീർച്ചയായിട്ടും അത് കോടതിക്ക് അതിൻ്റേതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിൻ്റെ പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുള്ള അഗ്രവേറ്റിംഗ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റൂ. ഒരാളുടെ ജീവൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകണം. നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റീഫോർമേറ്റീവ് തിയറിയാണ്. ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ചെയ്യുന്നത്. 2017 കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം. കൊലപാതകത്തിന്റെ വിചാരണ നടപടികൾ പ്രതിയുടെ മാനസിക നിലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നീണ്ടുപോകുകയായിരുന്നു. ദുരാചാരങ്ങളുടെ ഭാഗമായുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണം നടത്തിയതാണെന്ന് കാണിച്ച് തുടക്കത്തിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച കേഡൽ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് വിചാരണ പുനരാരംഭിച്ച കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയുമായിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.